എന്തിന് അവൻ ഈ കോളറിൽ ഇങ്ങനെ പിടിച്ച് പൊക്കി തൂക്കി എടുത്ത് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. കൊലപാതകം നടന്നതിന് ശേഷം പുറത്തു വന്ന ന്യൂസ് എന്ന് പറയുന്നത് സ്വതന്ത്രമായി ജീവിക്കാൻ പിതാവ് അനുവദിക്കുന്നില്ല, ആ ദേഷ്യത്തിലാണ് കൊന്നത് എന്നാണ്. എന്നാൽ പിന്നീടുള്ള ന്യൂസുകളെല്ലാം സൂചിപ്പിക്കുന്നത് ആ വീട്ടിൽ ശരിക്കും പേടിച്ച് കഴിഞ്ഞിരുന്നത് മാതാപിതാക്കളായിരുന്നു. എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. കോവിഡിനെ തുടർന്ന് ചൈനയിലെ മെഡിക്കൽ വിദ്യാഭ്യാസം പൂർത്തിയാകാനാകാതെ പ്രജിൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു. പഠനം പൂർത്തിയാക്കാത്തതിനാൽ പ്രജിന് വളരെയധികം അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു. പ്രജിൻ വീടിനകത്തും പുറത്തും ആരോടും അധികമായി സംസാരിക്കാത്ത പ്രകൃതമാണ്. അങ്ങനെ കൊച്ചിയിൽ സിനിമാ പഠനത്തിന് പോയതിനു ശേഷമാണ് പ്രജിന്റെ സ്വഭാവത്തിൽ വളരെ വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങിയത്. ഇതിനുശേഷം പള്ളിയിൽ പോകാനൊക്കെ പ്രജിൻ വളരെയധികം മടി കാട്ടിയിരുന്നു. ചില ദിവസങ്ങളിൽ വാഹനമെടുത്ത് വെളിയിൽ പോകുന്ന പ്രജിൻ മണിക്കൂറുകൾ വൈകിയാണ് തിരിച്ചെത്താറ്. ഇതിനെ ചോദ്യം ചെയ്താൽ മാതാപിതാക്കൾക്ക് പ്രജിന്റെ മർദ്ദനവും പതിവായിരുന്നു. പ്രജിന്റെ റൂമിന്റെ ഉള്ളിലേക്ക് ആർക്കും പ്രവേശനമില്ലായിരുന്നു. അമ്മയോ അച്ഛനെയോ ആരെയും അവൻ കയറ്റില്ലായിരുന്നു. എന്തിനും ഏതിനും പ്രജിന് ദേഷ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ അധികം മകനോട് സംസാരിക്കാനും പോകാറില്ലായിരുന്നു. അമ്മ പറയുന്നത് മകൻ എത്രമാത്രം ദേഷ്യപ്പെട്ടാലും എത്രമാത്രം ഉപദ്രവിച്ചാലും പിന്നെയും ഞങ്ങൾ മോനെ എന്ന് വിളിച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ എന്നാണ്. റൂമിന്റെ ഉള്ളിൽ നിന്ന് മാതാപിതാക്കൾ എന്തൊക്കെയോ ശബ്ദങ്ങളൊക്കെ കേൾക്കുമായിരുന്നു. എങ്കിലും റൂമിന്റെ ഉള്ളിലേക്ക് മാതാപിതാക്കൾക്ക് പ്രവേശനമില്ലായിരുന്നു. പ്രജിന്റെ മർദ്ദനത്തെ ഭയന്ന് മാതാപിതാക്കൾ അങ്ങോട്ട് പോകാറുമില്ലായിരുന്നു. ആരെങ്കിലുമൊക്കെ വന്നാൽ തന്നെ മകൻ എന്ത് എന്ന് ചോദിക്കുമ്പോൾ മകൻ റൂമിലുണ്ട്, അല്ലെങ്കിൽ കുളിക്കുകയാണ്, ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയായിരുന്നു മാതാപിതാക്കളുടെ പതിവ്. പ്രജിൻ എന്ന മകൻ കാരണം ഈ മാതാപിതാക്കൾ അനുഭവിച്ച ദുരനുഭവങ്ങൾ ഏറെയാണ്. കഴിഞ്ഞ 7 വർഷത്തോളമായി മകനെ പേടിച്ച് മകന്റെ അടിമയായി ജീവിക്കുകയായിരുന്നു ഈ മാതാപിതാക്കൾ. രാത്രികാലങ്ങളിൽ മാതാപിതാക്കളെ വീടിന് പുറത്താക്കി വീട് പൂട്ടുക, അച്ഛനെ കഴുത്തിന് പിടിച്ച് പൊക്കി നിർത്തുക, അങ്ങനെ ശാരീരികമായും മാനസികമായും പ്രജിൻ ഈ മാതാപിതാക്കളെ ഉപദ്രവിച്ചിരുന്നു. നാട്ടുകാർ ഈ ഒരു കുടുംബത്തെ കുറിച്ച് പറയുന്നത് വളരെ ശാന്തമായ കുടുംബമാണ്, അച്ഛനും പാവമാണ്, മകനും പാവമാണ്, മകൻ ഇങ്ങനെ ചെയ്യുമെന്നേ കരുതിയിരുന്നില്ല എന്നാണ്. ആ വീട്ടിൽ നിന്നും ഒരു ഒച്ചപ്പാടോ ബഹളമോ ഒന്നും നാട്ടുകാർ ഇതുവരെ കേട്ടിട്ടുമില്ല. പിന്നെ അവര് പറയുന്നുണ്ട്, നല്ല സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബമല്ലേ, പിന്നെ അവിടെ എന്ത് പ്രശ്നം വരാൻ. എന്നാൽ മകൻ അച്ഛനെ കൊല്ലുന്നത് നേരിട്ട് കണ്ട് രക്ഷപ്പെടുത്താൻ പോലും കഴിയാതെ അബോധാവസ്ഥയിലായി പോയ പ്രജിന്റെ അമ്മയാണ് ഈ വിവരങ്ങളെല്ലാം ഇപ്പോൾ വെളിപ്പെടുത്തിയത്. എപ്പോഴും സന്തോഷത്തോട്ട് അവൻ എത്ര ദേഷ്യപ്പെട്ടാലും മോനെ മോനെ എന്ന് വിളിച്ച് ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കും. പറഞ്ഞെന്തോ സിനിമ ആക്ടറായിട്ടാ അങ്ങനെ എന്തോ എറണാകുളത്ത്. എന്നിട്ട് കോഴ്സ് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ അവന് സ്വഭാവം വീണ്ടും ഭയങ്കര മാറ്റം. അവന്റെ അതുവരെ ഞങ്ങളെ കൂടെ ചർച്ചിലെല്ലാം വരും, പ്രാർത്ഥനയിലും പ്രസംഗിക്കും, നന്നായിട്ട് പാടും, എല്ലാ കഴിവുകൊണ്ട് നല്ല പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുശേഷം ഇവൻ ഈ എറണാകുളത്ത് ഈ കോഴ്സിന് പോയിട്ട് വന്നതിന് ശേഷം ഈ മോൻ ചർച്ചിൽ വരൂല്ല. ആവർത്തി ചെയ്തിട്ടുണ്ട്, ഉപദ്രവിച്ചിട്ടുണ്ട്. എന്റെ ഹസ്ബൻഡിനെ അവൻ ഈ കോളറിൽ ഇങ്ങനെ പിടിച്ച് പൊക്കി തൂക്കി എടുത്ത് ഇങ്ങനെ ഇട്ടിട്ട്. ഫെബ്രുവരി 5 ബുധനാഴ്ച രാത്രി 9:45 ഹോളിലെ സോഫയിൽ ഉറങ്ങിക്കിടന്നിരുന്ന ജോസിനെ മകൻ വെട്ടുന്ന കാഴ്ചയാണ് അമ്മ സുഷമ കാണുന്നത്. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ജോസിനെ അടുക്കളയിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു പ്രജിൻ ചെയ്തത്. മകൻ എന്ന വാക്കിന് പോലും അർഹമല്ലാത്തവൻ സ്വന്തം അച്ഛനെ ബോധത്തോടെ ആണെങ്കിലും അല്ലെങ്കിലും 24 വെട്ടി ക്രൂരമായി കൊന്ന മകൻ എന്ന വാക്കിന് അർഹനയല്ല. എനിക്ക് ഭയം തന്നെ. ഭയം എന്ന് പറഞ്ഞ അവൻ ഇവിടെ ഉണ്ടായിരുന്നപ്പോഴും ഞാൻ ഭയപ്പെടാതെ ഇരുന്നിട്ടില്ല. എപ്പോഴും എനിക്ക് ഭയമായിരുന്നു. അതുകൊണ്ട് അവൻ വന്നു കഴിഞ്ഞാൽ ഇനി അടുത്ത് ഞാൻ എന്തെങ്കിലും ഈ പറയണത് അവൻ കേട്ട് കഴിഞ്ഞാൽ എന്റെ മോളെ ഞങ്ങള്. അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ തന്നെയും മകളെയും കൊല്ലും എന്ന് പറഞ്ഞ് പേടിച്ചിരിക്കുന്ന ഒരമ്മയുടെ വാക്കുകളാണിത്. യാതൊരു തരത്തിലുമുള്ള ഒരു മാപ്പ് പ്രജിൻ അർഹിക്കുന്നില്ല. ഏറ്റവും ഇളയ മകൻ എന്നുള്ള രീതിയിൽ വളരെയേറെ ലാളിച്ച് തന്നെയാണ് പ്രജിനെ ഇവർ വളർത്തിയിരുന്നത്. അത്രയും സ്നേഹിച്ചു കൊണ്ടു നടന്ന മകനിൽ പെട്ടെന്ന് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ കാണുമ്പോൾ ഒരു മാതാപിതാക്കൾക്കും സഹിക്കാൻ
പറ്റില്ല. ഇന്നല്ലെങ്കിൽ നാളെ എന്റെ കുട്ടി മാറും എന്നുള്ളൊരു പ്രതീക്ഷയാകും ഇത്രയും കാലം ഈ മാതാപിതാക്കൾ ഈ സത്യങ്ങൾ മൂടിവെച്ച് മുന്നോട്ട് ജീവിതം നയിക്കാനുള്ള കാരണവും. വീട്ടിലെ 2ാം നിലയിലെ മുറിയിൽ ആരെയും റൂമിന്റെ ഉള്ളിൽ പോലും പ്രവേശിപ്പിക്കാതെ നിഗൂഢമായ ഒരു ജീവിതമാണ് പ്രജിൻ നയിച്ചിരുന്നത്. ഇപ്പോ വരുന്ന ന്യൂസ് ഈ പ്രജിന് ദുർമന്ത്രവാദവും അന്ധവിശ്വാസവും ഉണ്ടായിരുന്നു എന്നാണ്. പ്രജിന്റെ റൂമിന്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു ഞെട്ടിക്കുന്ന കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് പ്രജിൻ തന്റെ തലമുടിയും ശരീരത്തിലെ രോമങ്ങളെല്ലാം നീക്കം ചെയ്ത് മുറിയുടെ ഒരു സൈഡിൽ കൂട്ടിയിട്ടിരിക്കുന്നു. അതുപോലെ മേശപ്പുറത്ത് കറുപ്പ് നിറത്തിലുള്ള വിചിത്രമായ പ്രതിമകളും പ്രത്യേകതരം ആയുധങ്ങളും സൂക്ഷിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു ഈ പ്രജിൻ എന്ന് പറയുന്ന ആള് കൊച്ചിയിലേക്ക് പോയത് സിനിമാ പഠനത്തിനായിരിക്കത്തില്ല ചിലപ്പോൾ. കാരണം കൊച്ചിയിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷമാണ് പ്രജിന് പള്ളിയിൽ പോകാൻ മടി, സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ, എല്ലാവരോടും ദേഷ്യം, മുറിയിൽ കയറ്റാതിരിക്കുക, ഇങ്ങനെയുള്ളതെല്ലാം കൊച്ചിയിൽ നിന്നും തിരിച്ചു വന്നതിന് ശേഷമാണ് പ്രജിനിൽ ഉണ്ടായത് എന്നാണ് അമ്മ പറയുന്നത്. അപ്പോൾ ഇനി മുന്നോട്ട് എന്തൊക്കെയാണ് റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് പ്രജിൻ തന്നെ പറയണം. അപ്പൊ പോലീസ് പ്രജിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പൊ ഈ ഒരു ന്യൂസുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പം ഇതിന്റെ പിന്നിൽ അന്ധവിശ്വാസവും സാത്താൻ സേവയും ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ബന്ധുക്കളും ആരോപിക്കുന്നത്. അപ്പൊ എന്തു തന്നെയാണെങ്കിലും എനിക്കൊരു കാര്യം പറയാനുള്ളൂ, മാതാപിതാക്കൾ എപ്പോഴും അങ്ങനെയാണ്. കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് തന്നെയാണല്ലോ. എന്റെ മകൻ ഇന്ന് അല്ലെങ്കിൽ നാളെ മാറും, അവന് നല്ല സ്വഭാവം വരും എന്ന് വിശ്വസിച്ചും പ്രാർത്ഥിച്ചും കഴിയുന്ന ഒരുപാട് അമ്മമാർ ഇപ്പോഴും ഉണ്ടാകും. പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബത്തിന് മാനക്കേടാണ് എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. പക്ഷെ എന്തു തന്നെയാണെങ്കിലും തീർക്കാൻ പറ്റാത്ത നഷ്ടങ്ങൾ ഉണ്ടാവുന്നതിലും നല്ലത് കുറച്ച് മാനക്കേട് ഉണ്ടാകുന്നത് തന്നെയാണ്. മാനക്കേട് ഭയന്ന് ഇതേപോലെ സ്വഭാവ വൈകല്യങ്ങൾ കാണിക്കുന്ന കുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ മാതാപിതാക്കളാണെങ്കിലും മറച്ചു വെക്കാതിരിക്കുക. കാരണം ഇതിന്റെയൊക്കെ ഒരു എൻഡിങ് എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു രീതിയിൽ തന്നെയായിരിക്കും വരിക.